എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിലാണ്. ഇപ്പോൾ എൻ്റെ ഈ പിറകിലുള്ള വീട് എന്ന് പറയുന്നത് തെക്കൻ ദേവസി ഭാര്യ ത്രേസ്യ എന്ന് പറയുന്ന വീട്ടമ്മ താമസിക്കുന്ന വീടാണ്. അവരും അവരുടെ നാത്തൂനുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഏറ്റവും വലിയൊരു തട്ടിപ്പിനിരയായിരിക്കുകയാണ് ഈ ത്രേസ്യ എന്ന് പറയുന്ന വീട്ടമ്മ. നമ്മൾ ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. അവരാണ്, ഇവരാണ്, പോലീസാണ്, CBI ആണെന്നൊക്കെ പറഞ്ഞ് തട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, എത്രയോ പേരുടെ പണം ഇതുപോലെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വീഡിയോ കോൺഫറൻസ് വഴി ഒരു കോൾ വരുന്നു. ആ കോളിൽ ഒരാൾ പറയും, നിങ്ങളുടെ ഐഡിയ സിമ്മ് ഉടനെ കട്ടാക്കും. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ പേരിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ്, ഒരു സന്ദീപ് കുമാർ എന്ന് പറയുന്ന ആൾ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത് അതുവഴി ഒരു അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു. ആ അക്കൗണ്ടിൽ ഇയാൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ടൊക്കെയുള്ള വലിയ രീതിയിലുള്ള മയക്കുമരുന്ന്, മറ്റ് റാക്കറ്റുകൾ, ഇതിലുള്ള പണം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഓഹരി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഫോൺ കണക്ഷൻ തന്നെ കട്ടാക്കും, ഒപ്പം നിങ്ങളും പ്രതിയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഈ വിളിക്കുന്ന ആൾ പറയുകയാണ്, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഞങ്ങൾ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അവർ നിങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും നൽകും. ഇതാണ് ഈ ഫോണിലൂടെ വന്നത്. പിന്നെ ഫോൺ കോൾ നിരവധിയായിട്ട് വരുന്നു. ഇവരെ ഏകദേശം 1.5 ദിവസത്തോളം ഈ വീടിൻ്റെ അകത്തെ ഒരു മുറിയിൽ 1.5 ദിവസത്തോളം ഈ വീഡിയോ കോൺഫറൻസ് വഴി ഇവരെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാതെ പേടിപ്പിച്ച് ഭയവിഹേലയാക്കി ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തി. അതായത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവരെ ആക്രമിക്കും. അങ്ങനെ പറഞ്ഞ് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പിന്നീട് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള എല്ലാ പണവും നിങ്ങൾ ഉടനെ തന്നെ ഗവൺമെൻറ്റിലേക്ക്, മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഈ പണം മുഴുവനും നിങ്ങൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ പറഞ്ഞ് ഈ വീട്ടമ്മയെ കൊണ്ട് ആദ്യം 2,60,000 രൂപയുടെ ചെക്ക് എഴുതിപ്പിച്ചു. പക്ഷേ ഭാഗ്യത്തിന് ആ ചെക്ക് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഒരുമിച്ച് ട്രാൻസ്ഫർ ആവില്ല. കാരണം ചില അക്കൗണ്ടുകൾ അങ്ങനെയാണല്ലോ, ഒരുമിച്ച് ഇത്രയും തുക പോവില്ല. അതുകൊണ്ട് ആ ചെക്ക് മുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു ഗൂഗിൾ പേ വഴി പൈസ കൊടുക്കാൻ. അങ്ങനെ ഈ വീട്ടമ്മയുടെ കയ്യിൽ നിന്ന് 40,000 രൂപയോളം ഗൂഗിൾ പേ വഴി ഈ തട്ടിപ്പുകാർ സ്വന്തമാക്കി. ഇപ്പോൾ ഈ വീട്ടമ്മയ്ക്ക് കാര്യം മനസ്സിലായി. തൊട്ടടുത്തുള്ള ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ജോസ് എന്ന് പറയുന്ന ഒരു ചേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു. പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു, സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ആ വീട്ടമ്മ അകത്തുണ്ട്. അതേ മുറിയിൽ തന്നെ അവരെ ബന്ധസാക്കി, ഈ വീഡിയോ കോൺഫറൻസിൽ ബന്ധസാക്കിയിരുന്ന അതേ മുറിയിലിരുന്ന് തന്നെ ആ വീട്ടമ്മയോട് എന്താ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ നാത്തൂനും, എൻ്റെ പേര് ട്രീസ, എൻ്റെ നാത്തൂൻ്റെ പേര് ഏലു, ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ താമസിക്കുന്നത്. മക്കളൊക്കെ വെളിയിലാണ്. മൂത്തവൻ US-ലും ഇളയവൻ കാനഡയിലുമാണ്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐഡിയയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു, നിങ്ങളുടെ ഫോൺ കട്ട് ചെയ്യാൻ പോവാണ് 2 മണിക്കൂറിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ 2 മണിക്കൂറിനകത്ത് കട്ട് ചെയ്യണം? ഞാൻ എൻ്റെ ഫോൺ റീചാർജ് ചെയ്തതാണല്ലോ, ഒരാഴ്ച പോലും ആയില്ല. അന്നേരപ്പോഴത്തേക്കും അതൊരു ലേഡിയാണ് എന്നോട് സംസാരിച്ചത്. ആ ലേഡി പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസറിന് കൊടുക്കാം ഞാൻ ഫോൺ. അപ്പോൾ ഓഫീസറിന് കൊടുത്തു. ഞാൻ ഓഫീസറിനോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് റോഹൻ കുമാർ. നിങ്ങളുടെ പൊസിഷൻ എന്താണ്? എൻ്റെ പൊസിഷൻ ഓഫീസറാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഫോൺ എന്തിനാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഫോണിലെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ ഓറായ ഹുവാ ഹൈ, അതുകൊണ്ട് നമ്പർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ നമ്പർ വന്നതിൽ നിന്ന് അവര് വേറെ ബാങ്ക് അക്കൗണ്ട് എടുത്തു. നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് എടുത്തു. ആ അക്കൗണ്ടിനകത്ത് നിങ്ങളുടെ പൈസ, ഈ സന്ദീപ് കുമാർ എന്ന് പറയുന്നവനാണ് തട്ടിപ്പുകാരൻ. ഇത് ചേച്ചിയോട് ഫോണിൽ വീഡിയോ കോൺഫറൻസ് സംസാരിക്കുന്നത് ഏത് വേഷത്തിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഫുൾ ഒരു SIയുടെ ഫുൾ ഡ്രസ് യൂണിഫോം. നമ്മൾ ആരും കണ്ടാൽ തിരിച്ചറിയത്തില്ല. അതായത് ഇവർ ഇങ്ങനത്തെ ഒരു ആൾക്കാരാണ്, ഓൺലൈൻ തട്ടിപ്പുകാരാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ആൾക്കാരെ എല്ലാം അറിയാം. ഞാൻ ഇത്രയും കാലവും നോർത്ത് ഇന്ത്യ ജീവിച്ചതാണ്. എനിക്ക് നല്ലപോലെ എല്ലാം അറിയാം. പക്ഷെ ഇവരിൽ എനിക്കൊരു സംശയവും വന്നില്ല, യാതൊരു സംശയവും വന്നില്ല. സത്യമാണ് ഇവർ പറയുന്നത് എന്നുള്ളതിലായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് വന്നു. ഫോൺ, എൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു, എൻ്റെ FDയുടെ നമ്പർ ചോദിച്ചു. ഞാൻ എല്ലാവരോട് പറഞ്ഞു, എല്ലാ നമ്പറുകളും കൊടുത്തു. ഇത് കഴിഞ്ഞിട്ടും ഇങ്ങനെ എപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കുക. ഫോണിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക, ചേച്ചി എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ആകെ ഫെഡപ്പായി, മെന്റലി ആൻഡ് ഫിസിക്കലി ഞാൻ ഫെഡപ്പായി, എനിക്കിനി പറ്റില്ല, നിങ്ങൾ എത്ര നാളിങ്ങനെ ചെയ്യാനാണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അച്ഛാ ചേച്ചി ഒരു കാര്യം ചേച്ചി റെസ്റ്റ് ചെയ്തു. പക്ഷെ അവർ ഈ പറയുന്ന എല്ലാം ഹിന്ദിയിലാണ്, ഞാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പറയുവാണ്. അപ്പം അവരുടെ ആവശ്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഈ ഫോൺ വിളിക്കുന്ന ആളുടെ ആവശ്യം, അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റിലായപ്പോഴാണ് മനസ്സിലായത് അവർക്ക് പൈസ അടപ്പ് ചെയ്യണം. മാഡത്തിന്റെ പേരില് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തിട്ട് ഒരാള്, സന്ദീപ് കുമാർ എന്ന് പറയുന്ന ആള് ഇത് എന്തോന്ന് എടുത്തിട്ടുണ്ട്. അതുവഴിയാണ് നിങ്ങളുടെ പൈസ മുഴുവൻ അവൻ പെർസെന്റേജ് ഇടുന്നതെന്ന്. എന്ത് പെർസെന്റേജ്? അവര് ഇത് എന്തോ മയക്കുമരുന്ന്, കൊല, ഇങ്ങനെയുള്ള എല്ലാ പൈസ ഇടുന്നത്. എന്നിട്ട് അവർക്ക് മെക്സിക്കോ, ആഫ്രിക്ക, ചൈന,
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അത് ഈ പോലീസ് പോലീസ് എന്നോട് പറയുവാണ്. എന്നിട്ട് പിന്നെ എന്താണ് ഈ പോലീസുകാരുടെ ആവശ്യമായിട്ട് പറഞ്ഞ ഇതാണ്. ആവശ്യമായിട്ടല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞു അത് നിങ്ങളുടെ ഈ അപ്പൊ ഞാൻ അക്കൗണ്ട് എല്ലാം കൊടുത്തല്ലോ. അക്കൗണ്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ പൈസ എല്ലാം നിങ്ങൾ ഒരു കാര്യം ഇത് ഗവൺമെന്റിന്റെ ഇതിലോട്ട് മാറ്റുക. കാരണം അല്ലെങ്കിൽ സന്ദീപ് അടിച്ചു മാറ്റും പൈസ. അതുകൊണ്ട് ആ പൈസ ഇങ്ങോട്ട് മാറ്റുക. ഇതെല്ലാം ക്ലിയർ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ തിരിച്ചിടും ഗവൺമെന്റ്. അപ്പം ഞാൻ പറഞ്ഞു ആ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ എന്നോട് പറഞ്ഞു ഒരു കാര്യം ഇത് എന്തോന്നോ ഒരു ഫോം ഉണ്ട്. ആ ഫോമിന്റെ പേരുണ്ടായിരുന്നു. ആ ഫോം അവിടെ ചെന്നിട്ട് ഫില്ല് ചെയ്യണം. ബാങ്കിൽ ചെന്നിട്ട് ഫില്ല് ചെയ്തിട്ട് അപ്പൊ അവര് തരുന്ന ഒരു നമ്പറുണ്ട്, ഒരു ബാങ്കിന്റെ പേരുണ്ട്. അവരുടെ പേര് അത് സുനിൽ ചോപ്ര, എന്താ നിയോ ജിപ്യൂട്ടർ, അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്ത് വെച്ച് ഞാൻ ബാങ്കിൽ കൊടുത്തു. താങ്ക് ഗോഡ് ബാങ്കുകാർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അത് 2.6 ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞപ്പം ബാങ്കുകാർ പറഞ്ഞു അത് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെങ്കിൽ അതും ഈ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഈ ബാങ്കിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ആരുടെ പേരാണോ അവരുടെ വീഡിയോ KYC വേണം, അതിന്റെ ആപ്പ് വേണം, എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ നാളെ വരാം, അതല്ല എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. ഞാൻ അത് മേടിച്ചുകൊണ്ട് വീട്ടിൽ ചെക്കെല്ലാം എഴുതി വെച്ചിരിക്കുക. അപ്പം അത് ഞാൻ വീട്ടിൽ വന്ന് കയറിയ പാടെ അവർ ചോദിച്ചു ആ മാഡം വന്നോ, ബാങ്കുകാരെന്ത് പറഞ്ഞു? അപ്പം ഞാൻ പറഞ്ഞു ബാങ്കുകാർ ഇങ്ങനെ പറഞ്ഞു ചെയ്യാൻ പറ്റത്തില്ല. ആ ശരി എന്നാൽ അത് വിട്ടേരെ, മാഡം ഒരു കാര്യം ഗൂഗിൾ പേ ചെയ്താൽ മതി. അപ്പം പറഞ്ഞു ആദ്യം ഇത് 50 ഇടേ. അപ്പം 50 ഇട്ടപ്പോൾ അത് പോകത്തില്ല. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് 40 ആക്കിയിട്ടും പോകുന്നില്ല. 30 ആക്കി, 20 ആക്കി, 10 ആക്കി, എന്നിട്ടും പോകുന്നില്ല. 5 ആക്കിയപ്പോൾ പോയി. അത് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ നമ്പറിൽ തന്നെ വീണ്ടും. അപ്പം അവർ ഹെഡ് ക്വാർട്ടറിൽ ചോദിച്ചിട്ട് UPIയുടെ നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പം ഈ നമ്പറിൽ തന്നെ ഒരു 5 കൂടി ഇടേ. അപ്പം അത് ഇടാനായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഗൂഗിൾ അലോ ചെയ്തില്ല. അപ്പോൾ അടുത്തൊക്കെ അവർ പറഞ്ഞു അച്ഛാ ഞാൻ വീണ്ടും ഹെഡ് ക്വാർട്ടറിൽ തന്നെ സംസാരിക്കട്ടെ, അവരോട് ഞാൻ പറയട്ടെ, വേറെ തരാൻ പറയട്ടെ. അങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ പറഞ്ഞ് ഇത് 4 or 5 ആളിൻ്റെ പേരോടുകൂടി, പേരില്ല, നമ്പർ മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഒരു മനീഷ് യാദവ് എന്ന് പറയുന്ന ഒരാളുടെ പേര് മാത്രമുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഉള്ളി നമ്പർ UPI നമ്പർ എന്നും പറഞ്ഞ് തരുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് മടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആകെ ടയേർഡായി, മെൻ്റലി ആൻഡ് ഫിസിക്കലി ടയേർഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛാ ശരി മാഡം ഒരു കാര്യം മാഡം റെസ്റ്റ് എടുത്തോ, ആഹാരം കഴിച്ചോ, റെസ്റ്റ് ചെയ്യേ, അത് കഴിഞ്ഞിട്ടാട്ടെ. അപ്പം ഇങ്ങനെ ഇവരിത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സംശയം വന്നു. പലരുടെ പേരിൽ വന്നിട്ട് ഈ പൈസ ഒന്നിച്ച് ഗവൺമെൻറ്റിൽ കിടക്കുമെന്ന് പറയുന്നത് അതെന്നാ ഉദ്ദേശമാണ്? അപ്പം എനിക്ക് സംശയം വന്നു. അപ്പം ഇതിനോട് മുമ്പേ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തികളോടും പറയില്ല, നിങ്ങൾ കഥ കടച്ചിടെ, ലോക്ക് താലയിട്ട് ലോക്ക് ചെയ്തിട്ടു, ആര് വന്നാലും കഥ തുറക്കരുത്, കഥ തുറക്കുന്നതിന് മുമ്പേ ഞങ്ങളോട് പറഞ്ഞിട്ട് വേണം. കാരണം ഞങ്ങൾ നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്, പോലീസുകാരും മഫ്റ്റിയിൽ അവിടെ വന്ന് നിൽക്കും, അവിടെ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അതായത് സന്ദീപിൻ്റെ ആൾക്കാർ വന്ന് നിങ്ങളെ കൊല്ലും. അതായത് പോലീസിനോട് നിങ്ങൾ പറഞ്ഞു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സന്ദീപിൻ്റെ ആൾക്കാർ വന്ന് ഞങ്ങളെ കൊല്ലും. അതുകൊണ്ട് നിങ്ങൾ കഥ തുറക്കരുത്, ആരോടും പറയരുത്, ഇത് എക്സ്പ്ലോർ ചെയ്യരുത്. എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവരും വകവരുത്തും എന്നും പറഞ്ഞ് ഞായറാഴ്ച തുടങ്ങിയത് ഞാൻ ആരോടും പറയാതിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 4:30 ഞാൻ എൻ്റെ ഈ ജോസിൻ്റെ ഭാര്യയോട് പറയുന്നത്, എൻ്റെ മോനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഓടി. അങ്ങനെ പറഞ്ഞു. അവിടെ തുടങ്ങിയാണ് എനിക്ക് ഡൗട്ട് തുടങ്ങി. പിന്നെ ഞാൻ അവിടുന്ന് തിരിച്ചു വന്ന് ഇവിടെ വന്ന് കയറി മാഡം ആകെയാ, ഞാൻ പറഞ്ഞു ആകെ അഭി ക്യാ കർനാ ഹൈ അപ്പോൾ. അപ്പം കംപ്ലീറ്റ്ലി ഇതായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇനി എന്തോ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു ഒന്നുമില്ല, ഇല്ല ഒരു അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞേച്ച് ആ വാട്സപ്പ് ഉണ്ടായിരുന്ന നമ്പർ അങ്ങ് കട്ട് ചെയ്തവരെ. പിന്നെ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു മാഡം ഇനി നമുക്ക് ഈ നമ്പർ യൂസ് ചെയ്താൽ മതി, ഇത് ഉള്ള മെസ്സേജ് അയച്ചാൽ മതി, അപ് ടു ഡേറ്റ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ വെച്ചാണ് എനിക്ക് സംശയം തോന്നി. അവിടെ വെച്ച് പിന്നെ അവരുടെ ഫോൺ വന്നാലും എടുക്കത്തില്ല. പക്ഷെ ഒത്തിരി പ്രാവശ്യം എൻ്റെ 40,000 രൂപ. 40,000 രൂപ പോലീസിൽ പരാതി ചെയ്തു, സൈബർ സെല്ലിൽ പരാതി ചെയ്തു, എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. പോലീസുകാർ പറഞ്ഞ് അവരെ അന്വേഷിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം മുഴുവനും ഈ 1.5-2 ദിവസം അതായത് ഈ മുറിയിൽ തന്നെ. ഈ മുറിയിലാണ് ഏകദേശം 1.5 ദിവസത്തോളം ഈ വീട്ടമ്മയെ ഈ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു,
നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞ് ഈ ഓൺലൈൻ തട്ടിപ്പുകാർ ഏകദേശം 1.5 ദിവസത്തോളം വീഡിയോ കോൺഫറൻസ് വഴി ബന്ധസാക്കി നിർത്തിയിട്ടായിരുന്നു ഈ വീട്ടമ്മയെ പേടിപ്പിച്ച് ഏകദേശം 40,000-ഓളം രൂപ തട്ടിയെടുത്തത്. അതുകൂടാതെ വീട്ടമ്മയോട് പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി 2,60,60,000 രൂപയുടെ പണം ചെക്ക് എഴുതി വെച്ചിരുന്നു. പക്ഷേ അത് ഭാഗ്യത്തിന് അത് അവരുടെ അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റാത്ത കാരണം കൊണ്ട്, ഒരുമിച്ച് അയക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ആ പൈസ പോയില്ല. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് ഇരയാക്കപ്പെടുകയാണ് നമ്മുടെ വീടുകളിലെ പല വീട്ടമ്മമാരും. ഇതൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി കൊടുത്ത് കൃത്യമായി തട്ടിപ്പ് നടത്തുന്ന ഓൺലൈൻ സംഘങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഇനിയും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വീഡിയോ കാണുക വഴി ഓർക്കുക, ഓൺലൈൻ തട്ടിപ്പുകാർ പലതരത്തിൽ വരും, പല രീതിയിൽ, പല സംഭവങ്ങൾ. നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ കൊറിയർ സർവീസിൽ സംഗതി എന്തോ അയച്ചിട്ടുണ്ട്, ആ പണം അയക്കാൻ പറഞ്ഞ്, അല്ലെങ്കിൽ CBIയുടെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു. ഇപ്പോൾ ഈ വീട്ടമ്മയെ പറ്റിക്കാൻ പറഞ്ഞത് ഈ വീട്ടമ്മയുടെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട് ഒരാൾ എടുത്തിട്ട് അയാൾ ദേശദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ പെടും, അതുകൊണ്ട് ഞങ്ങൾ അവരെ പിടിക്കാൻ പോവാണ്, ഇത് പറഞ്ഞിട്ടാണ് ഈ വീട്ടമ്മയെ 1.5 ദിവസം. നിങ്ങൾ ഓർക്കുക, നമ്മുടെ ചാലക്കുടിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്, മേലൂർ പഞ്ചായത്തിലെ 12-ാം വാർഡ്. ഓർക്കുക, ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഇനിയും നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരം ഫോൺ കോളുകൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഉടനെ തന്നെ വിവരങ്ങൾ അടുത്ത ബന്ധുക്കളോടോ വീട്ടിലുള്ള ആളുകളോടോ സംസാരിക്കുക. നന്ദി, നമസ്കാരം. എന്തായിരുന്നാലും കൂടുതൽ തുക പണമൊന്നും പോയിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. ഇതൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിലൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെയുള്ള ആളുകളും സമൂഹത്തിലുണ്ട്. നമ്മൾ കുറേയും കൂടി ധൈര്യം ഉള്ളിൽ വെച്ചിട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ നേരിടാനായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിട്ട് മാത്രം കരുതുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.